وصلى الله على نبينا محمد وعلى آله وصحبه ومن سار على نهجه واهتدى بسنته إلى يوم الدين. أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ച് ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അവനാണ് നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന ആകാശം, നമ്മൾ നിൽക്കുന്ന ഭൂമി, നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ എന്നു തുടങ്ങി നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ചതോടൊപ്പം നമുക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഈ ദുനിയാവിലുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു ഹിക്മത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുന്ന നമ്മളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയോ മനുഷ്യനെയോ അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. അപ്പോൾ നമ്മൾ പടക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ കാരണം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നതായി കാണാം, വമഅന യഅ്ബുദൂൻ യുവഹിദൂൻ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാനാണ് അല്ലാഹു പടച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യുവഹിദൂൻ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, തൗഹീദ് ഉള്ളവരായി മാറാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അയച്ച ലക്ഷ്യം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, തൗഹീദ് അത് ജീവിതത്തിൽ കൊണ്ടുവരാനാണ്. എന്നാൽ ഈ തൗഹീദ് എന്താണ് എന്നറിയുന്നത് ഓരോരുത്തരും മേലും കടമയായ, നിർബന്ധമായ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് തൗഹീദ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്താകുന്ന എന്തും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം നൽകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം പ്രത്യേകമായ, അല്ലാഹുവിന് മാത്രം കഴിയുന്ന, അല്ലാഹുവിന് മാത്രം സാധ്യമാകുന്ന ചില പ്രവർത്തികളുണ്ട്. വേറെ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത അമലുകളുണ്ട്. ഈ ഫിഅലുകളെല്ലാം, ഈ പ്രവൃത്തികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം നൽകുക എന്നുള്ളതും തൗഹീദാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അവന് മാത്രം പ്രത്യേകമായ നാമങ്ങളുണ്ട്, പേരുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമായ സിഫത്തുകളുണ്ട്. അവന് മാത്രമുള്ള ചില വിശേഷണങ്ങളുണ്ട്. ഈ വിശേഷണങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം വെച്ച് കൊടുക്കുക, അല്ലാഹുവിന് മാത്രം നൽകുക എന്നുള്ളതും തൗഹീദാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവന് മാത്രം കഴിയുന്ന ചില അമലുകൾ, ചില ഫിഅലുകളുണ്ട്. ആ പ്രവർത്തികൾ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ചേർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരാൾക്കും നൽകാതിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്കുള്ള നാമങ്ങളും വിശേഷണങ്ങളും, അവന് മാത്രം പ്രത്യേകമായ നാമങ്ങളും വിശേഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നൽകുക എന്നുള്ളതാണ്. ഈ 3 വിഷയങ്ങൾ ആണ് തൗഹീദ്. ഈ 3 കാര്യങ്ങളാണ് തൗഹീദ്. ഒന്നാമത്തേത് തൗഹീദ് അർ-റുബൂബിയ്യ എന്ന് പറയും. തൗഹീദ് 3 തരമാണ്. ഒന്ന് തൗഹീദ് അർ-റുബൂബിയ്യ.
തൗഹീദ് റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് റബ്ബ്, അവനാണ് നമ്മെ പടച്ചത്, അവനാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്, എല്ലാത്തിൻ്റെയും മുദബ്ബിർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാ കാര്യങ്ങളും അതിനെ ഉടമപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്കെല്ലാവർക്കും ഈ ഭൂമിയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളായ എല്ലാറ്റിനും റിസ്ക് നൽകുന്നത്, ഉപജീവനം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിശ്വസിക്കുന്നതും ഇതിനാണ് തൗഹീദ് റുബൂബിയ്യ എന്ന് പറയുക. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകമായ ഫിഅലുകൾ, അല്ലാഹുവിന് മാത്രം കഴിയുന്ന അമലുകൾ അല്ലാഹുവിന് വെച്ച് കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിന് മാത്രമേ റിസ്ക് നൽകാൻ കഴിയുകയുള്ളൂ എല്ലാവർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം ഫിഅലുകളിൽപ്പെട്ടതാണ് എല്ലാ കാര്യങ്ങളും തദ്ബീർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും അത് നിയന്ത്രിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ കഴിവിൽ മാത്രം പെട്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ അല്ലാഹുവിന് മാത്രം കഴിയുന്ന അമലുകൾ, ഫിഅലുകൾ അല്ലാഹുവിന് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് തൗഹീദ് റുബൂബിയ്യ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, തൗഹീദിന്റെ രണ്ടാമത്തെ ഇനം തൗഹീദുൽ ഉലൂഹിയ്യ അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ. ഇബാദത്താകുന്ന കാര്യങ്ങൾ എല്ലാം ആരാധന എന്ന നിർവചനത്തിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുക എന്നുള്ളത് ആണ് തൗഹീദ് അൽ ഉലൂഹിയ്യ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, തൗഹീദ് റുബൂബിയ്യ, തൗഹീദ് അൽ ഉലൂഹിയ്യ. മൂന്നാമത്തേത് തൗഹീദിന്റെ മൂന്നാമത്തെ ഇനം, ഈ രണ്ടാമത്തെ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അതല്ലാത്തതെന്തും അല്ലാഹു അല്ലാത്ത ഒന്നിനെയും അല്ലാഹു സുബ്ഹാനഹു ഇബാദത്ത് എന്നുള്ള രീതിയിൽ, ആരാധന എന്നുള്ള വകയിൽ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ഇബാദത്ത് അത് അല്ലാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിനർത്ഥം. മൂന്നാമത്തേത് തൗഹീദുൽ ഇസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ നാമങ്ങളും വിശേഷണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെച്ച് നൽകുക എന്നുള്ളതാണ്. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ പേരാണ് അല്ലാഹ്, ലഫ്ദുൽ ജലാല, അല്ലാഹ് എന്ന പേര്. ഇത് വേറെ ആർക്കും നമുക്ക് പേര് വെക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായ സിഫത്തുകളിൽപ്പെട്ട സിഫത്താണ് ഉലൂഹിയ്യ. ഇലാഹ് എന്നുള്ള, റബ്ബ് എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ആരാധനക്ക് അർഹൻ എന്നുള്ള അല്ലാഹുവിന്റെ സിഫത്ത്, അല്ലാഹുവിന്റെ വിശേഷണം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ അല്ലാഹുവിന് മാത്രമുള്ള വിശേഷണങ്ങൾ അല്ലാഹുവിന് മാത്രം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് തൗഹീദ് അൽ ഉലൂഹിയ്യ, തൗഹീദ് അൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറയുന്നത്. ഇനി സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം അസ്മാഉ വസ്സിഫാത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഉള്ള നാമങ്ങളും വിശേഷണങ്ങളും അത് അല്ലാഹുവിന് മാത്രം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ അഖീദ. അഹ്ലുസുന്ന ഈ കാര്യത്തിൽ അഹ്ലുസുന്ന ചെയ്യുന്ന കാര്യം എന്താണ്? സുന്നത്തിന്റെ ആളുകൾ ചെയ്യുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു നാമവും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നുവോ, അല്ലാഹുവിനായിട്ട് ഏതൊക്കെ സിഫത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നോ അതെല്ലാം ഒരു വകയിലും നിഷേധിക്കാതെ, ഒരു തരത്തിലും അതിനെ മാറ്റിമറിക്കാതെ, ഒരു തരത്തിലും തെറ്റായ അർത്ഥം വയ്ക്കാതെ അതിനെ അപ്പടി വിശ്വസിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. അല്ലാഹുവിന്റെ ഇസ്മുകളിലും അല്ലാഹുവിന്റെ വിശേഷണങ്ങളിലുമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തൗഹീദ് മൂന്ന് തരമാണെന്ന് പറഞ്ഞു. അൽ ഉലൂഹിയ്യ, വർ റുബൂബിയ്യ, വൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ മൂന്ന് തരമാണ് എന്ന് നിങ്ങൾ പറയുന്നതിന് എന്താ തെളിവ്? ചോദിക്കണ്ടേ? തെളിവ് അറിയാതെ ഒന്നും ചെയ്യരുത്. എന്താണ് തെളിവ്? തൗഹീദ് മൂന്നെണ്ണമേ ഉള്ളൂ എന്നുള്ളതിന് തെളിവ് ആർക്കും അറിയോ? തൗഹീദ് മൂന്നെണ്ണമാണ് എന്നുള്ളതിന് തെളിവ് അൽ ഇസ്തിഖ്റാ. ഖുർആനും സുന്നത്തും നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണമായിരുന്ന് വായിച്ചു നോക്കിയാൽ, മനസ്സിലാക്കിയാൽ, പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമായിരിക്കും. ഖുർആനും സുന്നത്തും നിങ്ങൾ തുറന്ന് പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ അതിൽ നിന്ന് ലഭിക്കുന്നത് ഈ മൂന്ന് ഇനങ്ങളായ തൗഹീദിന്റെ ഈ മൂന്ന് ഇനങ്ങൾ മാത്രമായിരിക്കും. ഇതിനാണ് ഇസ്തിഖ്റാ എന്ന് പറയുക. ഇത് ദീനിൽ പുതുതായി ഉണ്ടായ ഒരു സംഭവമല്ല.
നേരെ മറിച്ച് ദീനിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു നോക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ മനസ്സിലാക്കി തരുന്നു എന്നുള്ളത് മാത്രം. സഹോദരങ്ങളെ, ഇതാണ് തൗഹീദെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതാണ് തൗഹീദെങ്കിൽ, ഈ മൂന്നിനങ്ങളാണ് തൗഹീദെങ്കിൽ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ കാര്യം. ഒരു മുഅ്മിനോട് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മഹത്തായ കാര്യം തൗഹീദാണ്. അതിന് നേരെ വിപരീതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനിനെ വിലക്കാൻ കൽപ്പിച്ചിട്ടുള്ള, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരു മുഅ്മിനിനെ, ഒരു മുസ്ലിമിനെ വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയ കാര്യം അത് ശിർക്കാണ്. തൗഹീദിന്റെ നേരെ വിപരീതം ശിർക്കാണ്. എന്താണ് ശിർക്ക് എന്നറിയണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാണ്? അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അവന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ സൗകര്യം ചെയ്ത റബ്ബ് ഏൽപ്പിച്ച് നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ, ആ തൗഹീദ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വിപരീതം മനസ്സിലാക്കണ്ടേ? ആ തെറ്റ് നമ്മിൽ നിന്ന് വന്നു പോകാതിരിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അതാണ് ശിർക്ക്. തൗഹീദിന്റെ നേരെ വിപരീതമാണ് ശിർക്ക്. എന്താണ് ശിർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റൊന്നിലേക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തുവിലേക്കോ, ഒരു ജന്തുവിലേക്കോ, ഒരു ജീവിയിലേക്കോ, മറ്റെന്തിലേക്കും മാറ്റുക, കൊടുക്കുക എന്നുള്ളതാണ് ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെ നൽകുക എന്നുള്ളതാണ് ശിർക്ക്. ആരാധനയാണെങ്കിലും, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ റുബൂബിയത്തിന്റെ വിഷയങ്ങളാണെങ്കിലും, അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണമാണെങ്കിലും, ഇതെല്ലാം അല്ലാഹുവിന് മാത്രമായ കാര്യങ്ങൾ അത് അല്ലാഹുവിലേക്ക് നൽകുക എന്നുള്ളതാണ് ശിർക്ക്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്താണ്? ഇബാദത്താണ്, ആരാധനയാണ്. അത് അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കും നൽകാൻ പറ്റില്ല. അപ്പൊ അത് അല്ലാഹു അല്ലാത്ത മറ്റൊരാളോട് പോയി ചോദിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റൊരാളോട് പോയി സുജൂദ് ചെയ്യുക എന്നുള്ളത്, മറ്റൊരാൾക്ക് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളത്, ഇതെല്ലാം ശിർക്കാണ്. ഇബാദത്താകുന്ന എന്തും മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ അത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും മറ്റുള്ളവരെയും സമമാക്കുക, അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അല്ലാഹുവിനെയും മറ്റുള്ളവരെയും സമമാക്കുക എന്നുള്ളതാണ് ശിർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനെന്ത് തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ثُمَّ الَّذِينَ كَفَرُوا بِرَبِّهِمْ يَعْدِلُونَ. കാഫിറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, അവരുടെ റബ്ബിനോട് ഇദ്ൽ അവർ നൽകി. ഇദ്ൽ എന്ന് പറഞ്ഞാൽ സമന്മാരെ അവർ നൽകി. അപ്പോൾ ഇവിടെ സമന്മാരെ പറ്റി പറഞ്ഞു, അതാണ് ശിർക്ക്. അപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂടെ സമന്മാരെ നൽകുക, അല്ലെങ്കിൽ അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് അള്ളാഹുവിന് സമമായി വേറൊരാൾക്ക് നൽകുക എന്നുള്ളതിന് തെളിവാണ് ഇപ്പം പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, നിങ്ങളെ, അതായത് ഈ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെട്ട ആളുകളോട് നാളെ പറയുന്ന ഒരു സന്ദർഭമാണ്. അവരോട് പറയും, ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങളെ സമമാക്കിയ സമയത്ത് ഞങ്ങൾ വളരെ അങ്ങേയറ്റത്തെ ളലാലത്തിലായിരുന്നു, വഴികേടിലായിരുന്നു എന്ന് അവർ പറയും. അപ്പം സമമാക്കുക എന്നുള്ളതിന് തെളിവും ഈ ആയത്തിലുണ്ട്. വഫി സഹീഹായ ഹദീസിൽ എന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യു ദംബി അഅ്ദം, ഏത് പാപമാണ് വളരെ ഗൗരവമേറിയ പാപമായിട്ടുള്ളത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചിരിക്കെ നീ അവന് പങ്കുകാരെ നൽകുക, അല്ലെങ്കിൽ സമന്മാരെ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. ആലോചിക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് ലക്ഷ്യം കൊണ്ടാണ്, അവനെ ഇബാദത്ത് ചെയ്യാനാണ്, നമുക്കെല്ലാം നൽകിയത് അവനാണ്. അപ്പൊ ഏറ്റവും വലിയ നന്ദികേടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത വേറൊരാളോട്. അവൻ നമ്മളിൽ കൽപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ്, എല്ലാം നമുക്ക് സജ്ജീകരിച്ച് നൽകിയതിനു ശേഷം ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ചുറ്റും കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൽ മാത്രമുള്ള കാര്യങ്ങൾ, നമ്മുടെ അവയവങ്ങൾ, ഇതെല്ലാം ആലോചിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന് ഇതെല്ലാം നൽകിയിട്ടും അവൻ ആവശ്യപ്പെട്ടത് ഒരു കാര്യമാണ്, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യം പോലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ
അതല്ലാതെ ഏറ്റവും വലിയ പാപം വേറെ എന്താ ഉണ്ടാവുക? അതല്ലാത്ത ഏറ്റവും വലിയ നന്ദികേട് വേറെ എന്താ ഉള്ളത്? സഹോദരങ്ങളെ, ശിർക്ക് രണ്ട് തരമാണ്, രണ്ട് ഇനങ്ങളാണ്. ഒന്ന്, ശിർക്ക് എന്താ നമ്മൾ മനസ്സിലാക്കി. ഈ ശിർക്ക് രണ്ടിനമാണ്. ഒന്ന് വലിയ ശിർക്ക്, ഷിർക്കുൽ അക്ബർ. രണ്ട് ചെറിയ ശിർക്ക്, ഷിർക്കുൽ അസ്ഗർ. എന്താണ് ഷിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട ഇബാദത്ത് അല്ലെങ്കിൽ അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ മറ്റൊരാൾക്ക് നൽകുക, അതാണ് ശിർക്ക്. അത് ഖുർആനിലോ ഹദീസിലോ സുന്നത്തിലോ അത് ദീനിൽ നിന്ന്, മില്ലത്തിൽ നിന്ന്, നമ്മുടെ ഇസ്ലാമിൽ നിന്ന് നമ്മളെ പുറത്താക്കും എന്ന് ഗണത്തിൽ എന്ന് തെളിവുണ്ടെങ്കിൽ അത് ശിർക്കുൻ അക്ബറാണ്. എന്നോട് പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രം ആണ് ഇബാദത്ത് നൽകേണ്ടത്. അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് നൽകുന്നത് ശിർക്കാണ്. അതെപ്പോഴാണ് ശിർക്കുൻ അക്ബർ ആവുക? എപ്പോഴാണ് വലിയ ശിർക്കാവുക? ആ കാര്യങ്ങൾ, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അത് ദീനിൽ നിന്ന് നമ്മളെ പുറത്താക്കുമെന്ന് നമുക്ക് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അമലുകൾ അത് ശിർക്കുൻ അക്ബറാണ്, വലിയ ശിർക്കാണ്. ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുക, അതാണ് ശിർക്ക്. നമ്മൾ പറഞ്ഞല്ലോ, ശിർക്കിന് ഏറ്റവും അസ്ലതാണ്, ഏറ്റവും വലിയ ശിർക്കും അതാണ്. അല്ലാഹു അല്ലാതെ ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുക. ഇവിടെ എങ്ങനെ നമുക്ക് മനസ്സിലായി ഇത് ശിർക്കുൻ അക്ബറാണെന്ന്? എങ്ങനെ മനസ്സിലാവും? തെളിവ് വേണം. ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ ഈ കാര്യം വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ദീനിൽ നിന്ന് പുറത്താകും എന്നുള്ളതിന് എന്ത് വേണം? തെളിവ് വേണം. എന്താ തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ. അല്ലാഹു അല്ലാതെ മറ്റൊരാളെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ ലാ ബുർഹാന ലഹു ബിഹി, അവനൊരു തെളിവ് എന്തായാലും അതിനില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അവന്റെ ഹിസാബ്, അവന്റെ വിചാരണ അല്ലാഹുവിന്റെ അടുക്കലാണ്, അവന്റെ റബ്ബിന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിരിങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യുന്നവൻ ആരാണ്? കാഫിറാണ്. എന്താ ഈ പ്രവർത്തനം? അല്ലാഹു അല്ലാതെ മറ്റൊരാളുടെ ഇബാദത്ത് ചെയ്യുക, ദുആ ചെയ്യുക എന്നുള്ളത്. ദുആ ഇബാദത്തല്ലേ? ദുആ ഇബാദത്തല്ലേ? അപ്പോൾ ഏത് ഇബാദത്തും അല്ലാഹുവിനോടല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, മറ്റൊരാൾക്ക് നമ്മളത് നൽകിക്കഴിഞ്ഞാൽ അത് ചെയ്താൽ കാഫിറാകും, ദീനിൽ നിന്ന് പുറത്താകും. ഇതാണ് ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ വിപരീതം. അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്ത് മറ്റൊരാൾക്ക് നൽകുക, അള്ളാഹു നൽകേണ്ട പ്രത്യേകമായ അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ മറ്റൊരാൾക്ക് നൽകുക. എന്നാൽ അത് ചെയ്യുന്നതിലൂടെ ദീനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളത് തെളിവില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. എന്താ ഉദാഹരണം പറയുകയാണെങ്കിൽ, അള്ളാഹു അല്ലാതെ മറ്റൊരാളുടെ മേൽ സത്യം ചെയ്യുക. സത്യം ചെയ്യാൻ ആരുടെ മേൽ മാത്രമാണ്? അള്ളാഹുവിന്റെ മുകളിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. വല്ലാഹി തല്ലാഹി എന്ന് അള്ളാഹുവിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സത്യം ചെയ്ത് പറയാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാതെ വേറെ ആളുടെ മേൽ സത്യം ചെയ്യുന്നത് ഷിർക്കാണ്, അത് ഷിർക്കുൻ അസ്ഗറാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്താ തെളിവ്? ഷിർക്കുൻ അസ്ഗറാണെന്ന് നിങ്ങൾ പറഞ്ഞതിന് തെളിവെന്താ? കാരണം ഖുർആനിൽ നിന്ന് അത് ദീനിൽ നിന്ന് പുറത്താക്കുകയില്ല എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരണം. എന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലിഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക. അല്ലാഹുവിൽ ആരാണോ, അല്ലാഹു അല്ലാതെ മറ്റൊരാളുടെ മേൽ ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ഒന്നെങ്കിൽ കുഫറിൽ സംഭവിക്കും, അല്ലെങ്കിൽ ശിർക്കിൽ പോകും. അല്ലാഹു ഈ വിഷയം ഇതിൽ ചെറിയൊരു സംശയം എനിക്കുണ്ട്. ഈ തെളിവ് ഇതിന് യോജിക്കുമെന്നുള്ളത് അറിയില്ല. അല്ലാഹു അലം. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദീനിൽ നിന്ന് നമ്മളെ പുറത്താക്കുമെന്ന് നമുക്ക് തെളിവില്ലാത്ത വിഷയങ്ങൾ. എന്നാൽ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വേറെ ഒരാളെ നമ്മൾ പങ്കു ചേർക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നിസ്കരിക്കുകയാണ്. ഈ നിസ്കരിക്കുമ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വന്നു. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, പെട്ടെന്ന് ശൈത്താൻ കൊണ്ടുവന്ന ചിന്ത, നിസ്കാരം നന്നാക്കി നിസ്കരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ
മാതാപിതാക്കന്മാർ നമ്മളെ നിർബന്ധിക്കുന്നു നിസ്കരിക്കാൻ, അങ്ങനെ പോയി നിസ്കരിക്കുന്നു. ഇവിടെ റിയാ ആണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളോട് നിസ്കരിച്ചത്. അയാൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിച്ചത്, അള്ളാഹിന് വേണ്ടിയിട്ടല്ല നമ്മൾ നിസ്കരിച്ചത്. എന്നാൽ ഇത് ദീനിൽ നിന്ന് നമ്മളെ പുറത്താക്കുകയില്ല. ഇതാണ് ഷിർക്കുൻ അസ്ഗർ. ഇത് ഷിർക്കുൻ അസ്ഗറും ഷിർക്കുൻ അക്ബർ രണ്ട് തരത്തിലുള്ള ഷിർക്കുകളുണ്ട് എന്നുള്ളതിന് തെളിവുണ്ടാ? ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹ്മൂദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ഭയക്കുന്നത് ഷിർക്കുൽ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. അതെന്താണെന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസുഇല അൻഹു ഫഖാല അർറിയാ. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് റിയാ ആണ്, മറ്റുള്ളവർ കാണാൻ വേണ്ടി അമലുകൾ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ചെറിയ ഷിർക്കുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും വലിയ ഷിർക്കും ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. സഹോദരങ്ങളെ, ഇതാണ് ഷിർക്ക്. തൗഹീദ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഷിർക്ക് എന്താണെന്ന് മനസ്സിലാക്കി. ഈ രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടി മാത്രമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചത്. ഏത് നബിയെ നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ അമ്പിയാക്കൾ എല്ലാവരും പറഞ്ഞ, അവർ ദഅവത്ത് ചെയ്ത, അവർ വിളിച്ചോതിയ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, നബിയെ താങ്കൾക്ക് മുന്നേ ഒരു റസൂലിനെയും ഞാൻ അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടല്ലാതെ, എന്ന വിഷയം വഹി നൽകിയിട്ടല്ലാതെ ഒരു നബിയെ നാം അയച്ചിട്ടില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അപ്പോൾ എല്ലാ നബിയും കൊണ്ടുവന്ന ദീൻ, എല്ലാ നബിമാരുടെയും ദീൻ അത് തൗഹീദാണ്, ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരെയും ഇബാദത്ത് ചെയ്യരുത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച മഹാനായ നബി ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മില്ലത്ത് അത് പിൻപറ്റുക എന്നുള്ള നമ്മുടെ മീത് നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മില്ലത്ത് പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൽപ്പിച്ചു. എന്തായത് അറിയോ? ثم وحينا إليك أيوه أن اتبع ملة إبراهيم حنيفا. ഇബ്രാഹിം ഹനീഫായ, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഹനീഫായ നേരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗത്തിനെ നിങ്ങൾ പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നിലേക്ക് വഹി നൽകി, എന്ന് വെച്ചാൽ അല്ലാഹു കൽപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ദീനും ഇത് തന്നെയായിരുന്നു. ഇതാണ് ഹനീഫായ ദീൻ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ശരിയായ നേരായ തെറ്റിൽ നിന്ന് ചാഞ്ഞു നിൽക്കുന്ന, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ദീൻ, അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവരുന്ന ദീനും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ മില്ലത്തിലാണ് നമ്മളുള്ളത്. ഈ തൗഹീദ്, ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദ്, നബിമാർ എല്ലാവരും പഠിപ്പിച്ച തൗഹീദ് അതെന്തായിരുന്നു? അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നുള്ളതാണ്. ഈ തൗഹീദ് എത്രത്തോളം, എങ്ങനെയാണോ നിസ്കാരം അത് തഹാറത്തില്ലാതെ, ശുദ്ധിയില്ലാതെ ഒരാൾ നിസ്കരിച്ച നിസ്കാരം ശരിയാവോ? ഇല്ല. അതുപോലെയാണ് തൗഹീദ്. തൗഹീദില്ലാതെ ഒരാളുടെ ഇബാദത്ത് ഒന്നും തന്നെ ശരിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്ന ഇബാദത്തുകൾ, റുബൂബിയ്യത്തായ തൗഹീദ്, അത് ഇത്രയും വളരെ ഗൗരവമായ വിഷയമാണെങ്കിൽ നിസ്കാരം അത് തഹാറത്തില്ലെങ്കിൽ ശരിയാവുകയില്ല. അതുപോലെ തൗഹീദില്ലെങ്കിൽ എത്ര ഇബാദത്ത് ചെയ്തിട്ടും, എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും, എത്ര അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഈ തൗഹീദ് അത് അത്രയും ഗൗരവമായ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് വിപരീതമായ ശിർക്ക്, വലിയ ശിർക്ക്, ഇത് നമുക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ വലിയ ശിർക്ക് അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. 4 അപകടങ്ങളാണ്
ഷിർക്കുൽ അക്ബറിന്, ദീനിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്ന ഷിർക്കിന് ഉള്ളത്. ഒന്നാമത്തേത് നമ്മുടെ ഇബാദത്തുകളെ ഇല്ലാതാക്കും. നമ്മൾ പറഞ്ഞ പോലെ തൗഹീദില്ലെങ്കിൽ നമ്മുടെ അമലുകളൊന്നുമില്ല. അപ്പം നമ്മുടെ ഇബാദത്തുകളെ ഫസാദാക്കും, ബാത്തിലാക്കും, ഇല്ലാതാക്കും ഷിർക്കുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ചെയ്യുന്ന ഇബാദത്തിനെ ബാത്തിലാക്കുന്നതോടൊപ്പം തന്നെ ഷിർക്കുള്ള ഒരാൾ നിസ്കരിക്കാൻ പോയാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരം മാത്രമാണ് ബാത്തിലാവുക, അല്ല, അവന്റെ മറ്റുള്ള എല്ലാ അമലുകളും ബാത്തിലാകും. മൂന്നാമത്തേത്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമലുകളെല്ലാം ഞാൻ ബാത്തിലാക്കും, ഞാൻ ഇല്ലാതാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാതെ ഒരുത്തൻ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ, ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്. നരകത്തിൽ ശാശ്വതനാണ്. അവന് നരകമല്ലാതെ വേറൊരു വഴിയില്ല. നരകത്തിൽ കയറി കഴിഞ്ഞാൽ അവൻ നരകത്തിൽ തന്നെയായിരിക്കും. സ്വർഗത്തിലേക്ക് ഒരു വഴിയും അവൻ ഉണ്ടാവുകയില്ല. എന്താ തെളിവ്? എന്താ തെളിവ്? ശിർക്ക് ചെയ്താൽ നരകത്തിലേക്ക് പോകുമെന്നുള്ള തെളിവ് എന്താ? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. ആരാണോ അല്ലാഹു ശിർക്ക് ചെയ്യുന്നത് അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഹറാമാക്കിയിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ, നമ്മൾ ചെയ്ത പാപങ്ങളൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെയില്ല, മാപ്പാക്കി തരികയില്ല ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ. ഇത്രയും ഗൗരവമേറിയ കാര്യമാണ് ശിർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, തൗഹീദിന്റെ ഗൗരവം, തൗഹീദ് എന്താണ്, അതിന്റെ ഇനങ്ങൾ എന്താണ്, ശിർക്ക് എന്താണ്, ശിർക്കിന്റെ ഇനങ്ങൾ എന്താണ്, അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മെ സഹായിക്കുന്ന 4 അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന, നമ്മുടെ റബ്ബിന്റെ അടുക്കൽ റബ്ബിന്റെ തൃപ്തി നേടി ശിർക്കിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കി തൗഹീദിൽ ജീവിച്ച് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. ഈ 4 അടിസ്ഥാനങ്ങളാണ് നമ്മൾ ഇൻഷാ അള്ളാഹ് ഇനി വരുന്ന കുറച്ച് സമയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ അടിസ്ഥാനം, കഴിയുന്നവരൊക്കെ എഴുതിയെടുക്കാൻ ഇൻഷാ അള്ളാഹ് ഉപകാരപ്പെടും. ഒന്നാമത്തെ അടിസ്ഥാനം അൽ ഖാഇദത്തുൽ ഊല, ഒന്നാമത്തെ അടിസ്ഥാനം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്, അവനാണ് റുബൂബിയത്ത്, തൗഹീദ് റുബൂബിയ അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ. റുബൂബിയത്ത് എല്ലാവറ്റെയും സൃഷ്ടിച്ച് അത് പരിപാലിച്ച് അത് നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവന് മാത്രം പ്രത്യേകമായ ചില അമലുകൾ, ഫിഅലുകളുണ്ട്, അത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്ന് ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുമോ? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ രക്ഷപ്പെടില്ല. കാരണം എന്താ? തൗഹീദിൽ 3 ഇനങ്ങളുണ്ട്. അതിൽ ഒരു ഇനം മാത്രമേ അവൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരാൾ പറയുകയാണ്, അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എനിക്ക് റിസ്ക് നൽകുന്നത്, അവനാണ് എനിക്കെല്ലാം നൽകിയിട്ടുള്ളത്, അവനാണ് മുദബ്ബിർ, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് ഒരാൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു, അത് ഉറക്കെ പറയുന്നു. പക്ഷേ നാളെ പിറ്റേന്ന് അവൻ പോയിട്ട് മരിച്ചു കിടക്കുന്ന ഔലിയാക്കളോട്, ഖബറിലുള്ള പച്ച മനുഷ്യന്മാർ, ഖബറാളികളായതിനു ശേഷം അവരോട് പോയിട്ട്, അതല്ലെങ്കിൽ മറ്റു വിഗ്രഹങ്ങളോട് പോയിട്ട്, മറ്റു കാര്യങ്ങളിലോട് പോയി അവന്റെ ആവശ്യങ്ങൾ, തേട്ടങ്ങൾ, അവന്റെ ആവശ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തൗഹീദ് റുബൂബിയ കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ പ്രവൃത്തികളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവൻ ഇസ്ലാമിൽ നിന്ന് എന്താവില്ല, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയില്ല. ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവൻ തൗഹീദ് ശരിയായ രൂപത്തിൽ കൊണ്ടുവരണം. ഇതിനെന്താ തെളിവ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത, പോരിട്ട, ആർക്കെതിരായി യുദ്ധം ചെയ്ത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത കാഫിരികൾ അവർ ആരായിരുന്നു? അവർക്ക് ഈ വിശ്വാസം ഉണ്ടായിരുന്നു, അള്ളാഹുവാണ് മുദബ്ബിർ, അള്ളാഹുവാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ, അള്ളാഹുവാണ് റാസിഖ്, അവനാണ് റിസ്ക് നൽകുന്നവൻ,
അള്ളാഹുവാണ് ഖാലിഖ്, നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന്, അള്ളാഹുവിന് മാത്രമുള്ള ഈ അഫ്ആലുകൾ, പ്രവർത്തികൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചവരാണ് അന്നുണ്ടായിരുന്ന കാഫിറുകളും മുശ്രിക്കീങ്ങളും. പിന്നെ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ യുദ്ധം ചെയ്തു. എന്തായിരുന്നു കാരണം? കാരണം ഇത് മതിയാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു അസ്-സമഅ വൽ അബ്സാർ. നബി പറയുക, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, അവരോട് ചോദിക്കുക, ഈ കാഫിറുകളോട്, നിങ്ങളുടെ അടുത്തുള്ള മക്കത്തെ മുശ്രിക്കീങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തും ഭൂമിയിലും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കുക. അമ്മൻ യംലികു അസ്-സമഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചയെയും നിയന്ത്രിക്കുന്നവൻ, അല്ലെങ്കിൽ കേൾവിയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നവൻ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുക. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനുള്ള ഒരു കാര്യത്തെ ജീവനുള്ളതിൽ നിന്ന്, വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെ ആരാണ് പുറത്തെടുക്കുന്നത്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെയും മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തെടുക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക. ഈ മുശ്രിക്കീങ്ങളോട് നിങ്ങൾ ചോദിക്കുക. വമൻ യുദബ്ബിറുൽ അംർ, ഈ കാര്യങ്ങൾ, ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുക. എന്താ അവർ പറയുക? ഫസയഖൂലൂന അല്ലാഹ്, അത് അല്ലാഹുവാണെന്ന് അവർ പറയും. പക്ഷെ അതുകൊണ്ട് അവർക്ക് എന്തുണ്ടായില്ല? അവർക്ക് ഉപകാരം ഉണ്ടായില്ല. അതുകൊണ്ട് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചോ? ഇല്ല. അതുകൊണ്ട് അവർ മുസ്ലിങ്ങളായോ? ഇല്ല. ആയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ യുദ്ധം ചെയ്യില്ലായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട സമുദായം, അയക്കപ്പെട്ട ആ നാട്ടുകാർ, അവരും ഈ പറഞ്ഞ റുബൂബിയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ അത് അവർക്ക് ഉപകാരമുണ്ടായില്ല. ഇതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ അടിസ്ഥാനം. ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ റുബൂബിയത്ത് മാത്രം പോരാ. റുബൂബിയത്ത് മാത്രം പോരാ. എന്തു വേണം? ഇബാദത്ത്. അതിനനുസരിച്ചുള്ള അമൽ എന്താണ്? അള്ളാഹുവാണ് സൃഷ്ടിച്ചവൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൽമാണ്, അറിവാണ്. അതിനനുസരിച്ച് അമൽ വേണം. അതിന്റെ അമൽ എന്താണ്? അള്ളാഹു അല്ലാതെ മറ്റൊരാളോടും ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അടിസ്ഥാനം, ഇന്ന് കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഷിർക്കിൽ അകപ്പെട്ടിട്ടുള്ള കുറെ ആളുകൾ, ഇന്നും പണ്ടും, ഇവർ ഷിർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റൊന്നിലേക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ, ഇബാദത്തായ നേർച്ച, അല്ലെങ്കിൽ നിസ്കാരം, അല്ലെങ്കിൽ സുജൂദ്, ദുആ, ഇതൊക്കെ മറ്റൊന്നിലേക്ക്, ഖബറിലേക്കോ അല്ലെങ്കിൽ ജാറത്തിലോ അല്ലെങ്കിൽ വലിയനോ ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ, ഇവരോടൊക്കെ അത് അർപ്പിക്കുമ്പോൾ അവർ പറയുന്ന ന്യായീകരണമുണ്ട്. നമ്മൾ പറയും നിങ്ങൾ ചെയ്യുന്നത് ഷിർക്കാണെന്ന് പറയും. അവർ പറയേ ഷിർക്കൊന്നല്ല, നിങ്ങളെങ്ങനെ ഷിർക്ക് എന്ന് പറയാം? ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചിട്ടന്നില്ല. ഞങ്ങൾ ആ ഖബറിലുള്ള നല്ല വലിയ സാലിഹായ ഒരു മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടു, അദ്ദേഹം അള്ളാഹുവിന് അടുപ്പമുള്ള ആളാണ്, അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നു. അദ്ദേഹത്തോട് എന്താ ചോദിക്കുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് ശഫാഅത്ത് ചെയ്യും, ശുപാർശ ചെയ്യും, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹം ഞങ്ങളെ സഹായിക്കും എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് അവർ പറയുക. അന്നും ഇന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനും ശഫാഅത്ത് ലഭിക്കാനും ശുപാർശ ലഭിക്കാനുമാണ് ഞങ്ങൾ ഇവരോട് ചോദിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ഇബാദത്തല്ല ചെയ്യുന്നത് എന്ന് ഇവർ പറയും. ഇത് തന്നെയായിരുന്നു പണ്ട് മുതൽ കാഫിരിങ്ങൾ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ പറഞ്ഞു വന്നിരുന്ന കാര്യം. എന്താണ് അവർ പറഞ്ഞത്? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ വലിയകളെ സ്വീകരിക്കുന്നവർ അവർ പറയും മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹ്. അവർ പറഞ്ഞ ന്യായം, ഞങ്ങൾ ഈ പറഞ്ഞ ആളുകളെ, ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഖുർആനിന്റെ നസ്സാ ഞാൻ പറയുന്നത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനല്ലാതെ ഈ ഔലിയാക്കളെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. എന്നുവെച്ചാൽ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം ലഭിക്കും. അല്ലെങ്കിൽ ഈ ഇബാദത്തിലൂടെ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? അള്ളാഹുവിലേക്ക് അടുപ്പം ലഭിക്കും എന്നതാണ് അവർ പറഞ്ഞിരുന്നത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ
അവർ പറഞ്ഞ രണ്ടാമത്തെ ന്യായമാണ് ഷഫാഅത്ത് ലഭിക്കുക എന്നുള്ളത്. അവർ പറയുന്നത് ഈ ഇബാദത്ത് ഇവരോട് ചെയ്യുമ്പോൾ നല്ല അടിമകളാണ്, അള്ളാഹുവിലേക്ക് അടുത്ത സാലിഹീങ്ങളാണ്, അവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ അവർ അള്ളാഹുവിലേക്ക് ഷഫാഅത്ത് ചെയ്യും എന്നുള്ള കാര്യം. ഇത് തന്നെയായിരുന്നു അന്നത്തെ മുശ്രിക്കീങ്ങളും പറഞ്ഞിരുന്നത്. അവർ പറയുമായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും. അള്ളാഹുവിന് പുറമെ അള്ളാഹു അല്ലാതെ അവർക്ക് ഉപകാരം ലഭിക്കാത്തതും ഉപദ്രവം ചെയ്യാൻ കഴിയാത്തതുമായ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് അവർ ഇബാദത്ത് ചെയ്യുകയാണ്. അള്ളാഹു അല്ലാത്ത അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കൊണ്ട് അവർ ഇബാദത്ത് ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, അതിന് ന്യായം അവർ പറയുന്നു, വയഖൂലൂന ഹൗലാഇ ശുഫഅഉന ഇൻദല്ലാഹ്. അവർ പറയുന്നു, ഞങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ് എന്ന് അവർ പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നും അന്നും മുശ്രിക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടായോ? ഇല്ല. അത് അവർക്ക് ഉപകരിക്കുകയില്ല എന്നുള്ള തെളിവെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശത്തും ഭൂമിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാത്ത ഒരു കാര്യം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണോ? അല്ലാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. നിങ്ങൾ ചെയ്യുന്ന ഈ ശിർക്കിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ പരിശുദ്ധനാണ് എന്ന് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഇബാദത്തല്ല ഞങ്ങൾ ചെയ്യുന്നത്, ശിർക്കല്ല എന്ന് പറയുന്നവർ അവർ പറയുന്നു ശിർക്കല്ല, ശഫാഅത്താണ്. അള്ളാഹു പറയുന്നു ശിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഈ ചെയ്യുന്നത് ശിർക്കാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ഒടുവിൽ പറയുന്നു. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഈ ഷഫാഅത്ത് അത് രണ്ടു തരമാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഷഫാഅത്തിനെ പറ്റി ഇവർ ഒരുപാട് ശുബഹത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും പണ്ടും അന്നും ഇന്നും ആദ്യകാലം മുതൽ ഇന്ന് വരെ ഷഫാഅത്തിനെ കുറിച്ച് പല രീതിയിൽ ശുബഹത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പറയുന്നത്, അപ്പോൾ ഷഫാഅത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷഫാഅത്ത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഖുർആൻ നിങ്ങൾ തുറന്നു നോക്കിയാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്ന ഷഫാഅത്തുണ്ട്. ഈ ഷഫാഅത്ത് ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്ന ഷഫാഅത്തുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന ഷഫാഅത്തുണ്ട്. ഈ ഷഫാഅത്തും മൊത്തം ഷഫാഅത്ത് രണ്ടു തരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നതായിട്ടുള്ള ഷഫാഅത്തുകൾ. അഷ്ശഫാഅത്തുൽ മൻഫിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്ന ഷഫാഅത്ത്. അതെന്താണ്? ഏത് ഷഫാഅത്താണ് ഇല്ല എന്നുള്ളത് പറഞ്ഞത്? ആ ഷഫാഅത്ത് നടക്കുകയില്ല എന്ന് പറഞ്ഞ ഷഫാഅത്ത് ഏതാണ്? അല്ലാഹു അല്ലാതെ മറ്റൊന്നിലേക്ക് ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകമായ കാര്യങ്ങൾ മറ്റൊന്നിലേക്ക് വെച്ചു കൊടുക്കുകയും അതിന് ഒഴിവ് കഴിവായി ന്യായമായി ഷഫാഅത്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, ഈ പ്രവൃത്തി, ഈ ഷഫാഅത്ത്, ഈ ഒരു സംഭവം അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല. വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ മരിച്ചവർ, ഇവർക്ക് ഷഫാഅത്ത് നൽകാൻ പറ്റുമോ? പറ്റൂല. ഇബാദത്ത് ഇവരോട് ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് ഷഫാഅത്ത്, അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ച ഷഫാഅത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. കച്ചവടമോ അതുപോലെ തന്നെ അടുത്ത ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ഷഫാഅത്തോ ശുപാർശയോ ഉപകരിക്കാത്ത ഒരു ദിവസം വരുന്നതിന് മുന്നേ നിങ്ങൾ അമലുകൾ ചെയ്തു കൊള്ളുക, നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം മുഅ്മിനീങ്ങളോട്. അപ്പോൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉപകരിക്കാത്ത ഷഫാഅത്ത് എന്താണ്? ഇവർ ഈ ചെയ്യുന്ന ഷഫാഅത്താണ്. അതുപോലെ തന്നെ ഒരു മുഅ്മിൻ അവനൊരു കാഫിറിന് വേണ്ടി ഷഫാഅത്ത് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്കും ഒരു കാഫിറിന് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിച്ച ഷഫാഅത്താണ്. കാഫിറിന് വേണ്ടിയുള്ള ഷഫാഅത്തും നിഷേധിക്കപ്പെട്ട ഷഫാഅത്താണ്.
ഇനി ഷഫാഅത്ത്, രണ്ടാമത്തെ ഇനം ഷഫാഅത്ത് എന്ന് പറയുന്നത്, ശുപാർശ എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉണ്ട് എന്ന് അംഗീകരിച്ച് പറഞ്ഞ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടെന്ന് അംഗീകരിച്ച് പറഞ്ഞിട്ടുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഷഫാഅത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി, ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ, അനുവാദമില്ലാതെ ആരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത്, ശുപാർശ ചെയ്യാൻ പോകുന്നത്? എന്ന് വെച്ചാൽ ശുപാർശയുണ്ട്. ഈ ശുപാർശ എപ്പോഴാണ് ഉണ്ടാവുക? രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഉണ്ടെന്ന് പറഞ്ഞ ഷഫാഅത്ത്, അതിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഇസ്നുണ്ടാകണം, അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവരല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുകയില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റിളാ, തൃപ്തി ഷാഫിഇനുണ്ടാകണം, ശുപാർശ ചെയ്യുന്ന ആൾക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ശുപാർശ ചെയ്യപ്പെടുന്ന ആൾക്കുണ്ടാകണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദം ശുപാർശ ചെയ്യുന്ന ആൾക്കും ഉണ്ടാകണം. ഇതുണ്ടെങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ശുപാർശ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഇതാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് പറഞ്ഞ ശുപാർശ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകം മിൻ മലകിൻ ഫിസ് സമാവാതി, ആകാശത്ത് എത്ര മലക്കുകളുണ്ട്, ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്സന അല്ലാഹു ലിമൻ യശാഉ വയർദാ. ആകാശത്തുള്ള എത്ര മലക്കുകളുണ്ട്, അവരുടെ ശഫാഅത്തുകൾ ഉപകരിക്കുകയില്ല, ഇല്ലാ മിൻ ബഅദി അൻ യഅ്സന അല്ലാഹു ലിമൻ യശാഉ വയർദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും അവൻ അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ അവരുടെ ഷഫാഅത്തിന് ഉപകാരം ഉണ്ടാവുകയില്ല. അപ്പോൾ ഷഫാഅത്തിന് ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഇതാണ് അഷ്ഫാഅ അൽ മുസ്ബത, ദീനിൽ ഉണ്ടെന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സ്ഥാപിച്ചു പറഞ്ഞിട്ടുള്ള ഷഫാഅത്ത്. ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷഫാഅത്ത് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദം ഷഫാഅത്ത് ചെയ്യുന്ന ആൾക്കുണ്ടാകണം. അതുപോലെ തന്നെ ഷഫാഅത്ത് ചെയ്യപ്പെടുന്ന ആൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകണമെന്ന് നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഉണ്ടാവുക? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തൗഹീദുള്ളവനെ അല്ലാതെ തൃപ്തിപ്പെടുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുത്ത കാര്യമാണ് ശിർക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കാത്ത കാര്യമാണ് ശിർക്ക്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്നത് തൗഹീദുള്ള ആളെ മാത്രമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ രണ്ടാമത്തെ അടിസ്ഥാനം, ഷിർക്ക്, അതിൽ അകപ്പെട്ട ആളുകൾ അവർ ചെയ്യുന്ന ഷിർക്കിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അള്ളാഹുവിലേക്ക് അടുക്കാനാണ്, രണ്ട് അള്ളാഹുവിലേക്ക് ശുപാർശകരായാണ് അവരെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് രണ്ടും അന്നത്തെ മക്കത്തെ മുശ്രിക്കുകളും ഇത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്കിത് ഉപകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഷഫാഅത്ത് അത് രണ്ടു തരമാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ അടിസ്ഥാനം, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാതെ എന്തിനെ ഇബാദത്ത് ചെയ്താലും അത് ശിർക്കുൻ അക്ബറാണ്, അല്ലേ? അല്ലാഹു അല്ലാതെ വേറെ എന്തിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്താലും എന്താണ്? ആരാധന. അത് അല്ലാഹു അല്ലാതെ വേറെ ആർക്ക് ചെയ്താലും ശിർക്കുൻ അക്ബറാണ്, മനസ്സിലാക്കി. അത് സൂര്യനോടാണെങ്കിലും ചന്ദ്രനാണെങ്കിലും കല്ലോ മരമോ അതല്ല എന്തും, ഏത് കാര്യമാണെങ്കിലും, അത് അള്ളാഹു അല്ലാത്ത ഏത് കാര്യമാണെങ്കിലും അതിനെ ആരാധന നൽകിയാൽ അത് ശിർക്കാണ്. ഇവിടെ കല്ല് വേറെ മരം വേറെ ഖബർ വേറെ എന്ന് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയുകയില്ല. എന്താണ് അതിന്റെ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് ഇത്തരത്തിലുള്ള ഒരു സമുദായത്തിലേക്കായിരുന്നു. അതല്ലെങ്കിൽ മുൻകഴിഞ്ഞ പണ്ടുകാലത്തെ ഉമ്മത്തിലുള്ളവർ അവർ ചെയ്തിരുന്നതും പലതരത്തിലുള്ള ഇബാദത്തുകളായിരുന്നു, പലതരത്തിലുള്ള കാര്യങ്ങളെ ഇബാദത്ത് ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട സമുദായം അങ്ങനെ തന്നെയായിരുന്നു. അവർ മരത്തെ ഇബാദത്ത് ചെയ്തു, മലക്കുകളെ ഇബാദത്ത് ചെയ്തു, നബിമാരെ ഇബാദത്ത് ചെയ്തു, സൂര്യനെയും ചന്ദ്രനെയും സാലിഹീങ്ങളെയും എല്ലാം ഇബാദത്ത് ചെയ്തു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെല്ലാവരും ഒരുപോലെ കണ്ടത്, എല്ലാവരും ഒരുപോലെ കണ്ടത്. ഈ മരത്തിനെ ഇബാദത്ത് ചെയ്യുന്നവൻ
അവന് കുറച്ച് തിരക്കടില്ല, ഖബറിനോട് ചോദിക്കുന്നത് അവന് കുറച്ച് പോക്കാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേർതിരിച്ചിട്ടില്ല. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറഞ്ഞത് എന്താ? വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്നതുൻ വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. ഒരു ഫിത്നയും ഇല്ലാത്ത അടുത്തോളം, ശിർക്കില്ലാതെ ഇല്ലാതാകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? നീ യുദ്ധം ചെയ്യുക, അവർക്കെതിരെ നിങ്ങൾ പോരിടുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൽപ്പിച്ചു. അത് ഇന്നയാൾക്ക് ചെയ്യുക, ഇന്ന തരത്തിൽ ശിർക്ക് ചെയ്യുന്നവരെ നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞില്ല. എല്ലാ വകയിലുള്ള ശിർക്കും ഇല്ലാതാകുന്നത് വരെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. അന്ന് അവർ സൂര്യനെ ആരാധിച്ചിരുന്നു, ചന്ദ്രനെ ആരാധിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻ ആയാതിഹി അൽ-ലൈലു വൻ-നഹാർ വശംസു വൽ-ഖമർ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൂര്യനും ചന്ദ്രനും. അതുപോലെ തന്നെ രാവും പകലും. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ-ഖമർ. നിങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുൻ. അവയെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് അല്ലാഹു പറഞ്ഞു. എന്ന് വെച്ചാൽ അവരന്ന് സുജൂദ് ചെയ്തിരുന്നു. അപ്പോൾ അവർ അന്ന് ചന്ദ്രനെയും സൂര്യനെയും ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ മലക്കുകളെ ആരാധിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യഅ്മുറകും അൻ തത്തഖിദുൽ മലായികത വൻ-നബിയ്യീന അർബാബ. മലക്കുകളെയും നബിമാരെയും നിങ്ങൾ ആരാധിക്കണമെന്ന് നിങ്ങളോട് അവർ കൽപ്പിച്ചിട്ടില്ല, അവർ പറഞ്ഞിട്ടില്ല, നബി പറഞ്ഞിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിന് പുറമെ മലക്കുകളെയും നബിമാരെയും നിങ്ങൾ ആരാധിക്കണമെന്ന് നബികൾ കൽപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവരത് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നസ്രാനികൾ, അവർ ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയോട് ചോദിക്കുകയാണ്, നിങ്ങളാണ് പറഞ്ഞത് എനിക്ക് പുറമെ അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ ഉമ്മയെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന് നിങ്ങളാണോ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ അവരും നബിമാരെ ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ സമുദായത്തിലുള്ളവർ സാലിഹ്യങ്ങളെ ആരാധിച്ചിരുന്നു, കല്ലിനെയും മരത്തെയും ആരാധിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ. ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ കണ്ടില്ലേ? വമനാത അസ്സാലിസത്തുൽ ഉഖ്റ. മൂന്നാമതായ മനാത്തയെ നിങ്ങൾ കണ്ടില്ലേ? ലാത്ത, ഉസ്സ, മനാത്ത എന്ന് പറയുന്നതൊക്കെ അവരുടെ നൂഹ് നബിയുടെ കാലത്തുണ്ടായിരുന്ന, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളും സാലിഹായ അടിമകളായിരുന്നു. പിന്നീട് അവർ മരിച്ചപ്പോൾ അവരുടെ സ്ഥാനത്ത് ഇവർ വിഗ്രഹങ്ങൾ വെക്കുകയും അവരെ അങ്ങനെ ആ ഒരു സമുദായം അവർക്കൊരു അടയാളം വെക്കുകയും പിന്നീട് ആ സമുദായം ഇബാദത്ത് ചെയ്യാതെ കഴിഞ്ഞുപോയി. അതിനുശേഷം വന്ന ഒരു സമുദായം അവരെ ഇബാദത്ത് ചെയ്തു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കല്ലിനെയും അവർ ആരാധിച്ചിരുന്നു. അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഹുനൈൻ യുദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ചില മുസ്ലിമീങ്ങൾ അവർ നബിയോട് ചോദിക്കും, ഇജ്അൽ ലനാ ذات أنواط كما لهم ذات أنواط. മുശ്രിക്കീങ്ങൾക്ക് അവർക്ക് വിശ്രമിക്കാനും അവർക്ക് ആരാധനകൾ നൽകാനും അവരുടെ ആയുധങ്ങൾ കൊളുത്തി വെക്കാനും അവർക്ക് ഒരു മരമുണ്ട്, ഞങ്ങൾക്ക് അത്തരത്തിലൊരു മരം വേണം എന്ന് അവർ ചോദിച്ചു. അപ്പൊ അവിടെയും അവർ മരങ്ങളെ വരെ ആരാധിച്ചിരുന്നു എന്ന് ഉള്ളതിന് തെളിവ് ഇതിന് നമുക്ക് ലഭിക്കാം. സഹോദരങ്ങളെ, ഇതാണ് മൂന്നാമത്തെ അടിസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുക എന്നുള്ള ശിർക്കാണെങ്കിൽ അത് മറ്റേതൊന്നിന് നൽകിയാലും ശിർക്കാണ്. അത് ഇന്നതാണെന്ന് വേർതിരിച്ച് വ്യത്യാസപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. മുശ്രിക്കീങ്ങൾ അത്തരത്തിലുള്ളവരായിരുന്നു. മക്കത്തെ മുശ്രിക്കീങ്ങൾ പണ്ട് കഴിഞ്ഞവർ അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വ്യത്യസ്തമായി കണ്ടിട്ടില്ല. എന്തുകൊണ്ടത് പറയുന്നത്? ഇന്നിവർ പറയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെയല്ല ഖബറിനോട് പോയി ചോദിക്കുന്നതെന്ന് പറയും. എന്താ വ്യത്യാസമുള്ളത്? അപ്പൊ ഈ ഒരു അടിസ്ഥാനം മനസ്സിലാക്കാനാണ് ഇവിടെ ഇത് പറഞ്ഞത്. ഈ പറയുന്ന 4 കാര്യങ്ങളും
ശരിക്കും ഇന്നത്തെ അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് ശിർക്കിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ വ്യക്തമായി നമുക്ക് ഇതിന്റെ പ്രസക്ത ഭാഗം നമുക്ക് മനസ്സിലാകും. നാലാമത്തെ കാര്യം, നാലാമത്തെ അടിസ്ഥാനം, ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കുക, അന്ന് കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ ചെയ്തിരുന്ന ശിർക്ക് അതിനേക്കാളും കഠിനമായ ശിർക്കാണ് ഇന്ന് ശിർക്കിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നത്തേനേക്കാളും കഠിനമായ കടുപ്പമേറിയ ശിർക്കിലാണ് ഇന്നത്തെ ആളുകൾ എത്തിപ്പെട്ടിട്ടുള്ളത്. എന്താ തെളിവ്? അന്ന് മക്കത്തെ മുശ്രിക്കുകളാണെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ ശിർക്ക് ചെയ്തത് എളുപ്പസമയങ്ങളിലാണ്. അവർക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അള്ളാഹു അല്ലാത്തവരോടൊക്കെ ഇബാദത്ത് ചെയ്യും. എന്നാൽ ഒരു പ്രയാസ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഇദാ റകിബൂ ഫിൽ ഫുൽകി, കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പലിൽ പിന്നെ അവർക്ക് വേറെ രക്ഷയില്ല. കടലിൽ കയറി കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ചുറ്റും വെള്ളമാണ്, വേറെ ആരെയും വിളിച്ചിട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ കടലിലുള്ള സമയത്ത് അവർ എന്ത് ചെയ്യും? ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. എന്നാലോ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കരയിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇദാ ഹും യുശ്രികൂൻ, അവരതാ ശിർക്ക് ചെയ്യുന്നു. ഇതായിരുന്നു പണ്ടത്തെ മുശ്രിക്കുകൾ, ആദ്യകാലത്തെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ. എന്നാൽ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇന്നെങ്ങാനും കപ്പലിൽ കുടുങ്ങിയ ഒരുവൻ അവൻ ചിന്തിക്കുക പോലുമില്ല അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഒന്നെങ്കിൽ ബദരീങ്ങളെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന വലിയനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖിനെ ആയിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ അന്നത്തെ ആളുകൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസമായിരുന്നു, അന്നത്തെ ആളുകൾക്ക് വരെ ഉണ്ടായിരുന്ന വിശ്വാസമായിരുന്നു ഈ ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. അത് ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നത്തെ അവസ്ഥ എന്താ? ലോകം നിയന്ത്രിക്കുന്നത് വരെ മറ്റൊരാളാണ് എന്ന് പറയുന്ന മോശമായ മ്ലേച്ഛമായ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദീൻ അത് പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത്, ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കേണ്ടത് തൗഹീദും അതിന് വിപരീതമായ ശിർക്കുമാണ്. ഇത് പഠിക്കാതെ, ഇതറിയാതെ, ഇത് മനസ്സിലാക്കാതെ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാതെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കാനും പഠിക്കാനും തിരക്കുന്നത് അത് വളരെയധികം നഷ്ടത്തിലേക്കും, നമ്മുടെ ഒരുപക്ഷെ നമ്മൾ ശിർക്കിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മളെ നരകത്തിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇൽമു പഠിക്കുക, തൗഹീദ് പഠിക്കുക, ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ ഉള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞ 4 അടിസ്ഥാനങ്ങൾ മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അൽ ഖവാഇദുൽ അർബഅ 4 അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ള ചെറിയ എഴുത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ 4 കാര്യങ്ങളും വിശദമായി പറയുന്നതായി കാണാം. അത് പഠിക്കുക, അതിൻ്റെ തർജ്ജമ ലഭിക്കുന്നതാണ്, മനസ്സിലാക്കുക. അത് കഴിയുന്നവർ തുല്ലാബുകളാണെങ്കിൽ അത് ഹിഫ്ളാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചത് അമലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين.
اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين. اللهم إنا نسألك حبك وحب من يحبك وحب العمل الذي يقربنا إلى حبك. وصلى الله على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله.